സിനിജി, നാളെ അതിനിർണായകമാണ്. CPM-നാണ് നിർണായകം. കാരണം CBI അന്വേഷണം നവീൻ ബാബു കേസിൽ വന്നാൽ, പ്രത്യേകിച്ച് ഈ മഞ്ജുഷ ഗവർണറെ കാണാൻ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഗവർണറെ കാണും. വീണാമണി ഇതിൻ്റെ ദൃക്സാക്ഷിയ വീണാമണി ചിലപ്പോൾ ഗവർണറെ കാണുമെന്നൊക്കെയുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ നാളത്തെ ദിവസം CBI അന്വേഷണം ആവശ്യപ്പെട്ടാൽ, ഇപ്പോൾ 18 വർഷത്തിന് ശേഷം പ്രതികളെ പിടികൂടിയ പൊൻതൂവലുമായി നിൽക്കുകയാണ് CBI. ആ CBI നവീൻ ബാബു വിഷയത്തിൽ ഇടപെട്ടാൽ പ്രതികൾ ഓരോന്നായി പുറത്തു വരും. അത് ദിവ്യ മാത്രമായിരിക്കില്ല. എന്തായിരിക്കും നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? അതായത് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഭാര്യ മഞ്ജുഷയും ബന്ധുക്കളും ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നരഹത്യ അടക്കമുള്ള സംശയം കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാർ ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാതിരുന്നത്? അതിനെയൊക്കെ മറച്ചു വെക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കുന്നു. അവരുടെ താല്പര്യപ്രകാരം ഒരു മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നു. മഞ്ജുഷയും ബന്ധുക്കളും ആവശ്യപ്പെട്ടതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഇത് നടത്താൻ അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പം അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് മഞ്ജുഷ പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ വാദം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ കുറേ സംശയങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു എന്നല്ലാതെ അതിനൊന്നും അടിസ്ഥാനമില്ല, തെളിവുകളില്ല എന്നാണ് പറയുന്നത്. അപ്പം മഞ്ജുഷ ആവശ്യപ്പെടുന്നത് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ തനിക്ക് സംശയമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിലും ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളിലുമൊക്കെ ചില ദുരൂഹമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ഒരു കേന്ദ്ര ഏജൻസിയുടെ സഹായം വേണം എന്ന് പറഞ്ഞാൽ CBI ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ സംസ്ഥാന സർക്കാരും MV ഗോവിന്ദൻ അടക്കമുള്ള CPM-ൻ്റെ മുതിർന്ന നേതാക്കളും പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ CBIയുടെ ആവശ്യമില്ല, കൃത്യമായി കുറ്റവാളികളെ കണ്ടെത്തും. അപ്പോൾ എന്തിനാണ് സംസ്ഥാന സർക്കാർ പേടിക്കുന്നത്? അപ്പോൾ അങ്ങനെ പേടിക്കുന്നതുകൊണ്ടാണ് മഞ്ജുഷ നേരെ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നാളെ നിർണായകമായ തീരുമാനമെടുക്കും. ഈ കേസിൽ അന്വേഷണം CBIക്ക് കൈമാറണം, അല്ലെങ്കിൽ CBI വരട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CPM നേതാക്കളുടെ അടക്കം മുട്ടിടിക്കും. കാരണം PP ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയായിരുന്നു CPM നേതാക്കൾ. മാത്രമല്ല, ഇവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഇവരെ പിന്നീട് സ്റ്റാൻഡിംഗ് കൗൺസിലേക്കൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുകയും അതിൽ മനംനൊന്ത് ഈ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നായിരുന്നു ഇതുവരെയുള്ള കഥ. പക്ഷേ ഈ നവീൻ ബാബു ഈ ഓട്ടോയിൽ വന്നിറങ്ങിയതിന് ശേഷം എങ്ങനെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതും അവിടെ എങ്ങനെയാണ് ഈ ആത്മഹത്യ നടന്നതെന്നുമുള്ള പിക്ചറൊന്നും ഇപ്പോഴും ക്ലിയറായിട്ട് പുറത്തു വരുന്നില്ല. പൊതുജനങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ അതിനേക്കാളേറെ സംശയം സ്വന്തം ഭാര്യയ്ക്കുണ്ടാവില്ലേ? ആ ഭാര്യയ്ക്കും 2 മക്കൾക്കുമല്ലേ അവരുടെ കുടുംബനാഥനെ അച്ഛനെയൊക്കെ നഷ്ടമായത്. മാത്രമല്ല, ഒരു സ്ത്രീ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നു നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണ്, തട്ടിക്കൊണ്ടുപോയതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു സ്ത്രീയുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ പുതിയ ഗവർണറായിട്ട് വിശ്വനാഥ ആർലേക്കർ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ആർലേക്കർ വന്ന ദിവസം തന്നെ CPM-ൻ്റെ നരഹത്യയുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധിയാണ് ഉണ്ടായത്. അതായത് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്കൊക്കെ തന്നെ ഇരട്ട ജീവപര്യന്തം, CPM-ൻ്റെ മുൻ MLA-ക്ക് 5 വർഷം തടവ്. ഇത്തരത്തിൽ CPM-ൻ്റെ കപട രാഷ്ട്രീയം, അതുപോലെ തന്നെ കൊലപാതക രാഷ്ട്രീയമൊക്കെ അവരുടെ മുന്നിലുണ്ട്. ഒപ്പമാണ് ADM പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അതല്ലെങ്കിൽ PP ദിവ്യ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ഗൂഢസംഘം ചെയ്യുന്ന ചില പ്രവർത്തികൾ മറച്ചു വെക്കാൻ വേണ്ടി നവീൻ ബാബുവിനെ ഇല്ലാതാക്കി. ഒരു പരാതിയുമായി മഞ്ജുഷയോ ഈ പറയുന്ന സംഭവം കണ്ടു എന്ന് പറഞ്ഞ സ്ത്രീയോ ഒക്കെ ഈ ഗവർണറുടെ അടുത്ത് നേരിട്ട് ചെന്നാൽ ഇടപെടലുകൾ വേറൊരു തലത്തിലേക്ക് മാറും. ഇത് നേരിട്ട് കേന്ദ്രത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പോൾ CPM നേതാക്കൾ ഭയപ്പെടില്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നതനുസരിച്ച് പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് CBI നടത്തിയ അന്വേഷണത്തിൽ CPM-ൻ്റെ ഉന്നത നേതാക്കൾ വരെ ആ കേസിൽ ശിക്ഷാവിധിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ ഫയൽ എടുക്കുമ്പോൾ ഒരുപക്ഷെ ദിവ്യ മാത്രമാകില്ല, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാകില്ല ഒരുപക്ഷെ ഈ കേസ് പുറത്തു വന്നാൽ പ്രതികളാകാൻ പോകുന്നത് കൊലപാതകമാണ് എങ്കിൽ. ഇനി ദിവ്യയെ അവഹേളിച്ചതുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി മരണപ്പെട്ടതാണ് എങ്കിൽ ഒരുപക്ഷെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കോ അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റത്തിനോ ഒരു കേസെടുത്ത് മാറാം. ദിവ്യ ഏത് വിധത്തിലും സംരക്ഷിക്കാം പാർട്ടിക്ക്. അങ്ങനെ അല്ല എങ്കിൽ ഇപ്പോൾ കുടുംബം ഇത്ര വലിയ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കാണാതെ പോയത്, കുടുംബത്തിൻ്റെ സംശയം എന്ന് പറയുന്നതിലപ്പുറം ഈ പോലീസ്, ഈ അന്വേഷണ സംഘം, കണ്ണൂരിലെ 6 അംഗ അന്വേഷണ സംഘം കൃത്യമായി തെളിവുകൾ സൂക്ഷിക്കുന്നില്ല, ശേഖരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി കുടുംബത്തിനുണ്ട്. അതുകൊണ്ടാണ് കോടതിയിൽ പരാതി
കൃത്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ കോടതിയെ സമീപിച്ച ആ ഹർജിയിൽ കോടതി തീർപ്പുണ്ടാക്കി. എല്ലാ രേഖകളും കൃത്യമായി ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കൃത്യമായി ശേഖരിച്ച് പരിശോധിച്ച് കൃത്യമായി അത് സൂക്ഷിക്കണം, കോടതി അത് ചോദിക്കുമ്പോൾ ഹാജരാക്കേണ്ട രീതിയിലേക്ക് അത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ഒരു തീർപ്പ് കോടതി ഉണ്ടാക്കി. അത് വിജയത്തിലേക്ക് കടന്നു എന്നുള്ളത് പറയാം. ഇനി ഉള്ളത് ഇപ്പോൾ CPM നഖശിഖാന്തം എതിർക്കുന്നത് CBI അന്വേഷണം വേണ്ട, ഞങ്ങളുടെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്, നവീൻ ബാബുവിൻ്റെത് ഒരു കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ CPM പറയുമ്പോഴും ഈ പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നിട്ടില്ല എന്നാണ് വീണാമണി എന്ന് പറയുന്ന ദൃക്സാക്ഷി പറയുന്നത്. അവിടുത്തെ തന്നെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ തന്നെ ചില സ്റ്റാഫുകൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല, വെറുതെ തുന്നി കെട്ടിക്കൊടുത്തതാണ് ബോഡി, അതുകൊണ്ടാണ് താൻ ആ സമയത്ത് സഹോദരനോട് പറഞ്ഞത് ഇത് റീപോസ്റ്റ്മോർട്ടം നടത്തണം. സഹോദരനെയും ഇവർ വിലക്കെടുത്ത രീതിയിലേക്കാണ്, അതായത് ക്ലീനറായിട്ടൊക്കെ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദരനെ വിലക്കെടുത്തോ എന്ന് തനിക്കറിയില്ല, അതുകൊണ്ടാണ് റീപോസ്റ്റ്മോർട്ടത്തിലേക്ക് ഇത് പോകാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വന്ന ഗവർണർ അദ്ദേഹം ഇപ്പോൾ സിനിജ് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വരവേറ്റത് പെരിയ ഇരട്ട കൊലപാതക കേസാണ്. ഇപ്പോൾ CPM ഇവിടെ കാണിക്കുന്ന കൊലപാതക രാഷ്ട്രീയം എത്രത്തോളമാണ് എന്ന് ആ ഒരു കേസിലൂടെ ആ ഒരു ശിക്ഷാവിധിയിലൂടെ തന്നെ ഗവർണർക്ക് ഏകദേശം മനസ്സിലായ കാര്യങ്ങളാണ്. പിന്നെ ഗവർണർ വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായി കേരളത്തിൽ സംഭവിക്കുന്ന സംസ്ഥാന സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള പഠിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ജുഷ അത്തരം ഒരു നീക്കം നടത്തിയാൽ, അർലോക്കറെ കാണണം എന്നുള്ളൊരു നീക്കം മഞ്ജുഷ നടത്തിയാൽ, അദ്ദേഹം അതിനെ സമ്മതിച്ചാൽ ഇത് കേന്ദ്രത്തിലേക്ക് പോകും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രത്യേകിച്ച് ഒരു RSSകാരൻ കൂടിയായ ഗവർണറുടെ വാക്കുകൾ ഒരിക്കലും കേന്ദ്രം തള്ളിക്കളയില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ CBI വരാൻ തയ്യാറാണെന്ന് അവർ പറയുകയും ചെയ്തു. ഈ കേസ് അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നവർ തീർത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ഇനി കോടതിയുടെ കനിവിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും. എങ്ങനെയായാലും CBI വരണം എന്ന് തന്നെയാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. അങ്ങനെ CBI വന്നാൽ CPM ഓടി തള്ളേണ്ടി വരുമെന്ന് മാത്രമല്ല, ആദ്യം കയറിപ്പോകുന്നത് AKG സെൻറ്ററിൻ്റെ ഉള്ളിലേക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഈ നമുക്കറിയാം പെരിയയുടെ കാര്യം പറഞ്ഞാൽ കൃപേഷും ശരത്ലാലും ഉൾപ്പെടെയുള്ള 2 യുവാക്കളെ കൊല്ലാനായിട്ട് CPMൻ്റെ നേതാക്കളെല്ലാം തന്നെ അവരുടെ പാർട്ടി ഓഫീസിനടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു വെയിറ്റിംഗ് ഷെഡിൽ കൂടിയിരുന്ന് ഗൂഢാലോചന നടത്തി. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഗൂഢാലോചന നടത്തിയില്ല, സമീപത്തുള്ള ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. CBI അന്വേഷണത്തിന് വന്നപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു ചായക്കട പോലുമില്ല. അപ്പോൾ പഴുതടച്ച അന്വേഷണം CBI നടത്തിയത് കൊണ്ടാണ് ആദ്യത്തെ ഈ ഒരു കള്ളത്തരം പൊളിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല നിർണായകമായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മൊഴിയും വന്നു. ഒരുപക്ഷെ കേരള പോലീസ് ആയിരുന്നു അന്വേഷിച്ചതെങ്കിൽ ഭരണം നടത്തുന്ന സർക്കാരിൻ്റെ സമ്മർദ്ദ ഫലമായിട്ട് ഇതൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടതിനെ. CBI അങ്ങനെ സ്വാധീനിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസ് CPM തന്നെയാണ് നടത്തിയതെന്നും CPMൻ്റെ ഗൂഢാലോചനയാണെന്നും എല്ലാം വ്യക്തമായത്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കേസിൽ CBI അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തി. എന്തിന് ഹൈക്കോടതിയിൽ നിന്ന് അപ്പുറത്തേക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വരെ അഭിഭാഷകരെ കൊണ്ടുവന്നാണ് ഈ പെരിയ കൊലക്കേസ് CBIയുടെ കൈകളിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കം നടത്തിയത്. ഇവിടെയും അതുപോലെ ഇനി നവീൻ ബാബുവിൻ്റെ കേസിൽ ഹൈക്കോടതി പറയുകയാണ് ഹർജിക്കാരിയുടെ വാദം ശരിയാണ്, അവരുടെ സംശയം ദൂരീകരിക്കണം, അതുകൊണ്ട് CBI അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും CPM പെട്ടുപോകും. എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു ADMനെ വരെ കൊലപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ CPM മാഫിയ എത്ര ശക്തമാണ്, ഒരു പവർഫുൾ മാഫിയല്ലേ. അപ്പോൾ കണ്ണൂർ പോലെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ തട്ടകമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് CPMൻ്റെ മാഫിയ പ്രവർത്തനം കേരളം ഒട്ടാകെ വ്യാപിക്കും, അല്ലെങ്കിൽ അതിനെ തുറന്നു കാട്ടപ്പെടും. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന ചില അന്വേഷണമായിരിക്കും അത് സംഭവിക്കുക. അപ്പോൾ മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ ഉന്നയിച്ച ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുമോ, CBI വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.